ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ജോലി കഴിഞ്ഞിട്ടുള്ള ഒരു റൊട്ടീനാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞ് കുഞ്ഞുവിനെ വെളുത്തു കേട്ടോ. കുഞ്ഞു അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുകയായിരുന്നു. കുഞ്ഞിങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ചാണ് ഇങ്ങനെ കുളിപ്പിക്കുന്നത്. കുളിക്കുന്നത്. അപ്പോൾ കുഞ്ഞുവിനെയൊക്കെ കുളിപ്പിച്ചു. കുഞ്ഞുണ്ട് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഡ്രസ്സ് മാറിയിട്ടില്ല. എന്നിട്ട് പിന്നെ കുഞ്ഞുവിന് കുറച്ച് കഴിക്കാൻ സ്നാക്സ് കൊടുത്തു. ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് കൊടുത്തത്, വേറൊന്നുമല്ല. നമ്മൾ ഡേ കെയറിൽ നിന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് അവിടെ പൊടിയൊക്കെ ഉണ്ട്, കളിച്ചിട്ടൊക്കെ വരുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കുളിപ്പിച്ചത്. അപ്പം ചിയ പുഡിങ്ങാണ് കൊടുത്തു കേട്ടോ. പക്ഷെ ഉടുപ്പിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ തുടച്ചൊക്കെ കൊടുത്തിട്ട് ഉടുപ്പ് വീണ്ടും മാറ്റി. ആ കഴിക്കുന്ന സീനുകളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും അവളെ കഴിവതും അവളെ തനിയെ കഴിപ്പിക്കാനാണ് ഇങ്ങനെ നോക്കുന്നത്. അവിടെ മെസ്സി ആവും, നമ്മൾ ക്ലീൻ ചെയ്യണം. പക്ഷെ എന്നാലും അവൾക്ക് സ്വന്തമായിട്ട് കഴിക്കുമ്പോൾ ഡേ കെയറിൽ പോയാലും അവൾക്ക് സ്വന്തമായിട്ട് കഴിക്കാനുള്ള ഇത് വരും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ശീലിപ്പിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിച്ചു. ഞാൻ ഫ്രഷായിട്ട് നമ്മൾ വിളക്ക് കത്തിക്കാൻ പോവുകയാണ് കേട്ടോ. കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് ഈ വിളക്ക് കത്തിക്കുന്നത്. എന്നിട്ട് അവളിങ്ങനെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, ഓം എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുമ്പോൾ വീടിനൊരു പോസിറ്റീവ് എനർജിയും കൂടെ ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ ഞാൻ മിക്കുള്ള ദിവസങ്ങളിലും ഞാനിങ്ങനെ കഴിവതും ഞാൻ ശ്രമിക്കാറുണ്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കത്തിച്ചില്ലെങ്കിൽ അവൾ വന്നിട്ട് ഇങ്ങനെ വാശി പിടിച്ച് കരയും ഇങ്ങനെ ഓം വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാനുള്ള അടുത്ത ഒരു പ്ലാനിലാണ്. അപ്പോൾ ഇവൾ ഡേ കെയർ പോയ ശേഷം ചോറ് കഴിക്കാൻ കുറച്ച് മടിയാണ്. അതിവിടെ എല്ലാവർക്കും അങ്ങനെ വരുന്നതാണെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ രാത്രി വരുമ്പോൾ ചോറ് കൊടുക്കാൻ കഴിവതും ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ചോറും സാമനും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റുമായിട്ടാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്ത് ചോറ് കൊടുക്കുന്നത്. അപ്പം അവിടെ നിന്ന് കളിച്ചിട്ടാണ് കൊടുക്കുന്നത്. ചോറ് ഞാനങ്ങനെ അവളെ കൊണ്ട് കഴിപ്പിക്കാത്ത വേറൊന്നുമല്ല. അവളിങ്ങനെ തറയിലും അതുപോലെ തന്നെ അവൾ കഴിക്കുന്ന എമൗണ്ട് ഭയങ്കര കുറവായിരിക്കും. അവൾക്ക് കറക്റ്റ് അങ്ങനെ എടുത്ത് കഴിക്കാനുള്ള ഇതായിട്ടില്ല. അപ്പം ചോറ് ഞാൻ കൊടുക്കും. ബാക്കി അവളെ കൊണ്ട് സ്പൂൺ കൊണ്ട് കഴിക്കാൻ പറ്റുന്നതും പാസ്തയും അതുപോലെ തന്നെ ദോശ അതെല്ലാം അവളെ തനിയെ കഴിപ്പിക്കാൻ ഞാൻ നോക്കാറുണ്ട്. ചോറ് ഞാൻ അവൾക്ക് കുഴച്ചിങ്ങനെ കൊടുക്കും. അതുപോലെ തന്നെ വെജിറ്റബിൾസ് കഴിക്കുന്നത് കുറവാണ്. അപ്പോൾ ചോറ് ഞാനിങ്ങനെ കുഴച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസ് ഇങ്ങനെ തിരികെ കയറ്റാറുണ്ട്. അപ്പോൾ അവളിങ്ങനെ ആ കറിയുടെ കൂട്ടത്തിൽ ആ വെജിറ്റബിൾസും കഴിക്കുമ്പോൾ അറിയാറില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.